സഹോദരിമാരെ, ഈ കർട്ടന്റെ അപ്പുറം ഇരിക്കുന്നവരോട് റഹിമല്ലാഹു ഇംറഅതൻ ഖാമത് ഫീ ലൈലത്തിഹാ, റബ്ബേ നീ ഒരു വനിതയെ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അവൾ എങ്ങനത്തവളാണ്? രാത്രിയിൽ അവൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, എന്നിട്ടോ അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അയാൾ എഴുന്നേക്കാൻ വിസമ്മതിച്ചപ്പോൾ അവന്റെ മുഖത്തേക്കും അവൾ വെള്ളം കുടഞ്ഞിരിക്കുന്നു. അങ്ങനെ വെള്ളം കുടഞ്ഞ ഭർത്താവിനെ മുസല്ലയിലേക്ക് എത്തിക്കുന്ന ഭാര്യയെ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. പെങ്ങന്മാരും തീരുമാനം എടുത്തോ, പഠിച്ചവനെ കഴിഞ്ഞ റമളാനിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇടയത്താഴം കുടിച്ചത്, ഒറ്റയ്ക്കാണ് തഹജ്ജുദ് നിസ്കരിച്ചത്. ഈ കൊല്ലം ഇല്ലാ അല്ലാ പൊന്നാർ നബി പറഞ്ഞതുപോലെ പൊന്നാര നബി തങ്ങളുടെ വിലമതിക്കപ്പെടാൻ കഴിയാത്ത ദുആ കിട്ടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിക്കും. പഠിച്ചവനെ എഴുന്നേൽക്കാൻ അദ്ദേഹം വിസമ്മതിച്ചാൽ റസൂലുള്ളാഹിയുടെ ദുആ കിട്ടാൻ ഞാൻ വെള്ളം കൊടയും റഹ്മാനെ. തീരുമാനമെടുത്ത പെങ്ങന്മാർ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ കിട്ടൽ മാത്രമല്ല, മാലാഖമാർക്ക് ഭൂമുഖത്ത് തിളങ്ങുന്ന ഭവനങ്ങളായി മാറാൻ തീരുമാനമെടുത്തു. ഈ കർട്ടൻ്റെ ഇപ്പുറം ഇരിക്കുന്നവരോട് ഞാനൊരു സന്തോഷ വാർത്ത പറയുകയാണ്. പൊന്നാർ നബി ദുആ ചെയ്തിരിക്കുന്നു, അത്താഴം കുടിക്കാൻ എഴുന്നേൽക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾക്ക് വേണ്ടി നബിത്തങ്ങൾ ഒരു വലിയ ദുആ നടത്തിയിട്ടുണ്ട്. ആ ദുആ നിങ്ങളെല്ലാവരും അത് കിട്ടാവുന്ന നിലയ്ക്ക് ഇടയത്താഴം കുടിക്കണം. റഹിമല്ലാഹു ഇംറഅൻ ഖാമ ഫിൽ ലൈലി, പടച്ചവനെ രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന പുരുഷനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതാരാ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മളൊക്കെ തമ്മി കാണുമ്പോൾ എന്താ പറയുക, അസ്സലാമു അലൈക്കും, അസ്സലാം, എന്താ ആവശ്യമില്ലേറെ വിശേഷമൊക്കെ, അൽഹംദുലില്ലാഹ് റാഹത്തൊക്കെ, ദുആ ചെയ്യണം കേട്ടോ. ഇത് അങ്ങും ഇങ്ങും നമ്മൾ പറയുന്നൊരു വാക്കിതാ, ദുആ ചെയ്യണം കേട്ടോ, ദുആ ചെയ്യണം കേട്ടോ. എന്തിനത്? ഈ ദുആയിനകത്ത് നമ്മ ഒലിമൻ ഔസാനാന്ന് ഈ ദുആ ചെയ്യണമെന്ന് പറയുന്ന ആ പറയപ്പെട്ട വ്യക്തി ഒലിമൻ ഔസാനാന്ന് ദുആയിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്നോട് ദുആ എടുക്കണമെന്ന് പറഞ്ഞവർക്ക് നീ പൊറുക്കണേ അല്ലാഹ് പറഞ്ഞാൽ ഇയാളുടെ ദുആയിൽ നമ്മൾ പെട്ടു. അതിനുവേണ്ടി നമ്മൾ തമ്മിലിങ്ങനെ പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, ഇത് അങ്ങനെയുള്ളൊരു ദുആയാണോ? ബാബാ മുസ്ലിയാരുടെ അല്ല, ബാബാ മുസ്ലിയാരുടെ ഗുരുനാഥൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൻ്റെ അല്ല, ഷെയ്ഖന്മാരുടെ ഔലിയാക്കന്മാരുടെ കുത്തുബാവുന്ന ഓസുല്ലാലമിൻ്റേതല്ല, സഹാബാക്കളുടേതല്ല, മറ്റ് അമ്പിയാക്കളുടേതല്ല. റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ച പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖാത്തിമുൽ അംബിയ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തൊക്കെ, പടച്ചവനെ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന പുരുഷനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. എന്നിട്ട് എന്താ പറയുന്നറിയോ? അവൻ എന്താ ചെയ്തത്? ഐഖദ അഹ്ലുഹ, അവൻ്റെ ഭാര്യനെ അവൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഭാര്യനെ അവൻ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ഇൻ അബത്ത് അയഖദ അഹ്ലുഹു, ഭാര്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ച അവൻ്റെ ഭാര്യ എഴുന്നേക്കാൻ വിളിച്ചപ്പോൾ വിസമ്മതിച്ചാൽ നളിഹൽ മാഹു അലാ വജിഹിഹ, അവളുടെ മുഖത്തേക്ക് ഇവൻ വെള്ളം കുടഞ്ഞു. അങ്ങനെ ഭാര്യനെ ഈ വിസമ്മതിച്ചപ്പോൾ വെള്ളം കുടഞ്ഞ് അത്താഴത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവിനെ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, പകലന്തിയോളം പട്ടിണി കിടക്കാനുള്ള മുൻകൂർ ജാമ്യം എടുക്കാനാണെങ്കിൽ പെണ്ണുപിള്ളനെ വെള്ളം കുടച്ച് എഴുന്നേൽപ്പിക്കണോ തിന്നാൻ? എണിക്കടി പിള്ള ചാപ്പാട് നേരായി എന്ന് പറഞ്ഞാൽ പോരെ? അപ്പം എഴുന്നേൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? എഴുന്നേൽക്കുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതാണ് അത്താഴത്തിൽ ബർക്കത്ത്. അതാണ് നബിത്തങ്ങളെ പറഞ്ഞ ബർക്കത്ത്. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കരുത്. കഴിഞ്ഞ റമദാനിലെല്ലാം നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചവരാ. ഈ ഇരിക്കുന്നവരൊന്നും ചെയ്യാത്തവരെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യാത്തവരിലേക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. അതിനാണ് ഈ പരിപാടി. ബഹുമാനികളെ, നിങ്ങൾ ഈ കൊല്ലം ഒരു തീരുമാനം എടുക്കണം. പഠിച്ചവനെ, എൻ്റെ പൊന്നാർ നബിയുടെ ദുആ എനിക്ക് കിട്ടാൻ ഞാൻ ഈ കൊല്ലം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പരിപാടിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ഇന്ന് പകൽ ജോലി കൂടുതലായതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഭക്ഷണമൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടാണ് കിടക്കണത്, നിങ്ങൾ കഴിച്ചിട്ട് കാര്യങ്ങൾ നീക്കിക്കോ, ഞാനിവിടെ കിടക്കട്ടെ എന്നവൾ പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് ഞാൻ വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കും റബ്ബേ. എന്നിട്ട് എന്തു ചെയ്യും? രണ്ടാളും കൂടി ഒരുമിച്ച് അല്പം ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഒരേ മുസല്ലയിൽ നിസ്കാരം കഴിഞ്ഞതുപോലെ ഖുർആൻ ഓതി സലാത്ത് ചൊല്ലി ഇസ്തിഗ്ഫാർ ചെയ്ത് കൈപൊക്കിക്കൊണ്ട് ഭർത്താവ് പറയുന്നു, അല്ലാഹ്, രണ്ട് നാട്ടിലാ ഞങ്ങൾ ജനിച്ചത് റബ്ബ്, രണ്ട് കുടുംബത്തിലാ വളർന്നത് നാഥ, ഞങ്ങളെ ഒരു വിരിപ്പിലേക്ക് എത്തിച്ചവൻ നീയാണ് റബ്ബ്. പടച്ചവനെ, നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ ഇണകളാക്കണേ തമ്പുരാനെ. ഭർത്താവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യ പറയുന്നു, ആമീൻ. അല്ലാഹ്, ഞങ്ങളെ തീറ്റിപ്പോറ്റാൻ
10,000-കണക്കിന് മൈലുകൾ അകലെ പോയി പാടുപെടുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെ കാക്കണേ തമ്പുരാന്. ഭർത്താവാകുന്ന പിതാവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യയാകുന്ന മാതാവ് പറയുന്നു ആമീൻ. മുകളിലേക്ക് നോക്കിയാൽ നക്ഷത്രം തിളങ്ങുന്നത് എങ്ങനെയാണോ ഭൂമിയിലുള്ളവർ കാണുന്നത്, അപ്രകാരം മാലാഖമാർക്ക് ഭൂമിയിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രതുല്യമായ ഭവനങ്ങൾ തീരുമാനമെടുത്തു. പിന്നെ ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി വന്ന ആളാണ്. ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നു. പക്ഷേ അക്ഷരം പ്രതി ഇതെല്ലാം നടപ്പിലാക്കണ്ട എന്നാണ് എനിക്ക് നിങ്ങളോടൊരു അഭിപ്രായം പറയാനുള്ളത്. ഞാനീ പറയണതെല്ലാം നിങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കിയിട്ട് നിങ്ങളുടെ എല്ലിൻ്റെ എണ്ണവും കൂടി പല്ലിൻ്റെ എണ്ണവും കുറഞ്ഞിട്ട് അവസാനം എന്നെ പിരാഗി ശപിച്ചിട്ടൊക്കെ നിങ്ങൾക്കറിയാലോ സാഹചര്യങ്ങളൊക്കെ. ഉറങ്ങിക്കിടക്കണ പെണ്ണുമ്പിള്ളേ നിങ്ങൾ വിളിക്കുകയാണ്, എടീ എൻജയ് ഞാനെന്ന് വലിയ ക്ഷീണമാണ്. ആഹാ വേഗം പരിക്കാത്ത ഒരു കപ്പിനകത്ത് ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് അവക്കടെ മുഖത്തേക്ക് അവൾ ചാടി കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഇവനേക്കാളും ഇരട്ടി ആരോഗ്യം ഉണ്ടാവുക്ക്. എണിച്ച് വന്നാലേക്ക് ഒരെണ്ണ ചവിട്ടുകുറ്റികം കൊടുത്തോടുകൂടി കണ്ണീക്കൂടെ പൊന്നീച്ച പോയി. അപ്പോൾ അവിടെ നിന്നുണ്ട് അവൻ്റെ ഒടുക്കത്ത പ്രസംഗം അവിടെ ചോൻ അവൻ്റെ അവസാനത്തെ വെള്ളം അവൻ്റെ നാക്കിനി പൊങ്ങാതിരുന്നെങ്കിൽ മതിയാറുന്നു. അല്ലാ അവനൊക്കെ നിന്ന് വാഴ്ന്നു പറയാൻ പറ്റും. അവൻ്റെ കാല് തളർന്നെങ്കിൽ മതി. അവൻ ഒടുക്കത്തെ അവൻ നബി സ്വർഗത്തിലേക്ക് പോകുമെന്നും പറഞ്ഞ് റഹ്മത്ത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാ പടച്ചോനെന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ നിന്ന് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളെന്താ ചെയ്യണമെന്നറിയോ, ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ തീക്കുമ്പോൾ കൊണ്ട് പരിക്കാത്ത അത് എടുക്കാൻ പോവാ. അത് എടുത്തു കൊണ്ടിട്ട് ഇവനാണെങ്കിൽ വെറും കള്ളിത്തുണി മാത്രമല്ലേ എടുത്തുള്ളൂ. നല്ല സാധനത്തേക്ക് നോക്കി നല്ല നീക്കാവളി നീക്കണേ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് എന്നെ തെറി പറഞ്ഞിട്ട് പിരാകിയിട്ട് കാര്യമില്ല. ഇതെല്ലാം സാന്ദർഭികമായി ചെയ്യാൻ പറ്റുകയും ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതി നിങ്ങൾ നടപ്പിലാക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. നിങ്ങൾ പെണ്ണുപിള്ളേ ഇനി ആരോഗ്യമുള്ളതോ ഇല്ലാത്തതോ പോട്ടെ, നിങ്ങൾ കിടക്കണ വീടാരില്ല. അത് വാമസിലേറെ നിക്കാഹിന് അവളുടെ നിക്കാഹിൻ്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു ഇന്ന നിലവാരത്തിലുള്ള വീട് പണിത് തന്നെ എങ്കിലേ നിക്കാഹ് നടക്കുള്ളൂ. അങ്ങനെ അമ്മാച്ചൻ പണിത് തന്ന വീട്ടിലാണ് കിടക്കണത്. ഓടിക്കണ വണ്ടി അത് നിക്കാഹിന് നമ്മൾ നിബന്ധനയാക്കിയതാണ്. ഇത്ര ലക്ഷത്തിൻ്റെ ഇന്ന കാറ് വേണമെന്ന് പറഞ്ഞിരുന്നു. ആ കാറാണ് ഞാൻ ഓടിക്കണ കാറ്. കയ്യെ കിടക്കണ വാച്ചോ അത് അളിയൻ നിശ്ചയത്തിൻ്റെ അന്ന് കയ്യെ കെട്ടിയ വാച്ചാണ്. ഒരു വെള്ളം കുടയാനും നിൽക്കണ്ട, ഒരു സ്വർഗത്തിലേക്ക് കൊണ്ടാനും നിൽക്കണ്ട. വല്ല കട്ടൻ ചായ ഉണ്ടാക്കി തന്നെങ്കിൽ കുടിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് ആ ഷവ്വയിലേക്ക് വെച്ചൊന്ന് പൊട്ടിക്കുമ്പോൾ തീ കത്തും. എന്നിട്ട് ഇച്ചിരി ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കളറും മാറും. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് കുടിച്ചിട്ട് ഒറ്റയ്ക്ക് നിൽക്കിരിച്ചോ കേട്ടോ. കാരണേ നിനക്ക് അവളെ വെള്ളം കുടയാനുള്ള അധികാരമൊന്നുമില്ല. അവക്കടെ വാപ്പ നിന്നെ കാശ് കൊടുത്ത് മേടിച്ചു, അവളുടെ സുഖത്തിന് മേടിച്ചതാണ്. നീ ഒരു കാള, അവൾ മുതലാളി. മുതലാളി പറയണതല്ലേ കാള കേൾക്കണ്ടേ, കാള പറയണതല്ലല്ലോ ഉടമ കേൾക്കണ്ടേ. അമ്മാച്ചൻ പെരവണത് തന്നതിന് എതിരല്ല ഞാനീ പറഞ്ഞേ. നിക്കാഹിന് മുമ്പേ കരാറ് വെച്ചു കല്യാണം നടക്കണമെങ്കിൽ ഇന്ന നിലയ്ക്ക്, അതിൻ്റെ പേരാണ് ഈ സ്ത്രീധനം ചോദിച്ചു വാങ്ങുക. അങ്ങനെയുള്ള ദമ്പതികളൊന്നും ഞാനീ പറഞ്ഞ ഇടപാടിനൊന്നും നിൽക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശൈലിയും പശ്ചാത്തലമൊക്കെ. അതുകൊണ്ട് തല്ല് കിട്ടാത്ത നിലയ്ക്ക് കാര്യങ്ങൾ നടത്തുക. അതുപോലെ എൻ്റെ പെങ്ങന്മാരോടും എനിക്ക് പറയാനുള്ളത്, എടാ മുസ്ലിയാരെ, ഞങ്ങളിവിടെ ഈ HMT പരിസരത്ത് അടച്ചോൻ വേണ്ടി വെച്ച് വലിയ സാമ്പത്തിക നിലവാരമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ ദാമ്പത്യ ജീവിതം കൊണ്ടുപോകുന്ന കുടുംബക്കാരാണ്. അങ്ങനെയുള്ള ഞാൻ ഉറങ്ങിക്കിടക്കണ ആമ്പർനാഥൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചാൽ ചവിട്ടിൻ്റെ വെയിറ്റും ഇടിയുടെ തൂക്കവും എത്രയുണ്ട് അവിടെ മുസ്ലിയാരെ? കുടുംബം കല്ലത്താവില്ലേ നിൻ്റെ ഒടുക്കത്തെ പ്രസംഗം കേട്ടിട്ട്. അതുകൊണ്ട് എൻ്റെ മുസ്ലിയാരെ അങ്ങനെ ഒരു സ്വർഗമൊന്നും വേണ്ട. ആ നിലയ്ക്ക് സഹോദരിമാരും, കാരണം എന്താ ഇതേ സഹോദരിമാരെ വേറൊന്നുണ്ട്, പിന്നെ നിങ്ങൾ മനസ്സിൽ കരുതിയ ശൈലിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. അതും മനസ്സിലാക്കണം. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് അഞ്ചാണ് അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. കാരണം ഈ ഉറക്കത്തിലാണല്ലോ ഈ മനുഷ്യൻ ഈ ഒച്ചപ്പാട് കേൾക്കണേ. എന്തുട്ടാടി നീ അമ്പലത്തിൽ അമ്മട്ട് പൊട്ടിക്കണതിൻ്റെ ഒടുക്കത്തെ തൊള്ള ഉറക്കണേ? ഇങ്ങനെ 5 3 മണിയായി ഇടയത്താൻ കുടിക്കാൻ നിൽക്കരി. നീ അങ്ങോട്ട് പോടി ഡാഷിൻ്റെ ഡാസൊക്കെ പൂരിപ്പിച്ചോളോടോ. അവക്കടെ ഉമ്മാനെ കൂട്ടി അവക്കടെ വാപ്പാനെ കൂട്ടി കുറേ ദിക്കറുകൾ അങ്ങോട്ട് ചൊല്ലിയിട്ട് നീ സ്വർഗത്തിലേക്ക് പോടിയെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പൂട്ടുകൊടുത്തിട്ട് വെള്ളമായിട്ട് വന്നു കഴിഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് ആ തലയിലേക്ക് ഒഴിച്ചു.
കിടന്നോടത്തി കിടന്ന് ചവിട്ടായി, ഇടിച്ചിട്ട് പിന്നെ ഇടിയായി. ഉള്ള അടയത്താഴവും കല്ലെത്താവും, ഉള്ള നോമ്പും കല്ലെത്താവും. ഇതിന് നയവൈകല്യം എന്നാ പറയുക. നയപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവൻ, ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരെ, ഇവിടെയുള്ള പെങ്ങന്മാരോടൊന്നും അല്ല, നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാണ്. ഭർത്താവ് എത്ര ദുസ്വഭാവിയാണെങ്കിലും ഇതേ ഉസ്താദിനോട് ചോദിച്ചാൽ ഈ ദുനിയാവിലുള്ള മെമ്പറുകളിലെല്ലാം ഒറ്റ ജുമയ്ക്കും മുടങ്ങാതെ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഇമാമിങ്ങൾ. ഇത്തഖുല്ലാഹ് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ജനങ്ങളെ, നല്ല നിലയ്ക്ക് വർത്താനം പറയണം. നിങ്ങൾ നന്നായി സംസാരിച്ചാൽ നിങ്ങളുടെ പാപങ്ങളല്ല പുറത്തു തരും, നിങ്ങളുടെ പ്രവർത്തനങ്ങളല്ല നന്നാക്കി തരും. ഇത് അല്ലാഹുവിൻ റസൂൽ നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് നടപ്പിലാക്കാൻ തയ്യാറായാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, നിങ്ങൾ വലിയ വിജയത്തിൻ്റെ ഉടമകളായി. എല്ലാ വെള്ളിയാഴ്ചയും മക്കത്തെ ഇമാമും മദീനത്തെ ഇമാമും മസ്ജിദുൽ അഖ്സയിലെ ഇമാമും എല്ലാ ഇമാമിയങ്ങളും കൊടുക്കുന്നൊരു ഉപദേശം ഇത്. സഹോദരിമാരോട് ഞാൻ പറയാണ്, നയപരമായിട്ട് ഇടപെടുക. ദേഷ്യപ്പെട്ടല്ല വിളിക്കേണ്ടത്. സഹോദരിമാരെ, ഈ കർട്ടൻ്റെ നഴലിൽ കൂടെ എന്നെ കാണാമല്ലോ നിങ്ങൾക്ക്. ഉറങ്ങിക്കിടക്കണ ഭർത്താവിൻ്റെ കാലേൽ ഈ ചൂണ്ടുവരലും കൊണ്ട് പയ്യെ ഇങ്ങനെ ഒന്ന് തൊടണം. വലിയ കുത്തൂത്തരുത്, പതുക്കെ അത് ഇങ്ങനെ ഒന്ന് തൊടണം. അപ്പോൾ കണ്ണുറക്കും. എന്തേ സമയം നോക്കി, എത്രയായി? 3 മണിയായി. ഓ, ഇത്ര പെട്ടെന്ന് 3 മണിയായോ? പിന്നെ അപ്പം നീ ഒന്നും എടുത്തോ? ഞാൻ ഒന്നും എടുത്തില്ല. എന്നാൽ നീ പോയി ഒന്നും എടുക്ക്. നീ പോയി ഒന്നു ചെയ്യുമെന്ന് പറയുമ്പോൾ സഹോദരിമാർ നയപരമായി ഇടപെടണം. ഇന്ന് പല കുടുംബത്തിലെയും ഭർത്താക്കന്മാരെ മയക്കുമരുന്നിന് അടിമകളാക്കിയത് ഭാര്യമാരുടെ നയവൈകല്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. പകലന്തിയോളം എല്ലുമുറിയ പണിയെടുത്ത് ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ ഒരു സ്വസ്ഥത കൊടുക്കൂല. കാരണന്മാർ പറഞ്ഞാൽ ചവിട്ടിൽ മൂട്ടോയാതിരിയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? പണിയെടുത്ത് കഴിഞ്ഞിട്ട് നേരെ ചാരാശാപ്പിലേക്ക് കയറും. ഉണ്ടടാ, ഒരു 6 ഔൺസ് ഉണ്ട്, അത് മേടിച്ച് അവൻ കുടിക്കും. കുടിച്ചിട്ട് സാധാരണ വീട്ടിലേക്ക് എല്ലണാരി ചെല്ലുമ്പോൾ പെണ്ണുമ്പോൾ അങ്ങ് തുടങ്ങും. ഇവനിങ്ങനെ കേട്ടോണ്ടിരിക്കും. നീ പറഞ്ഞോളി എന്നാണ്. സുഖായി. അതുപോലെ തന്നെ ഇത് നയവൈകല്യ. നയപരമായി ഇടപെട്ടാൽ സർവ്വ ഭർത്താക്കന്മാരെയും സന്തോഷത്തിലേക്ക് കൊണ്ടുവരാം. മദീനത്ത് പിന്നെ ഉഹുദ് രണാങ്കണത്തിൻ്റെ പരിസരത്ത്, ഞാൻ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി പറയണത്, ഉഹുദ് രണാങ്കണത്തിൻ്റെ പരിസരത്ത് ഒരു ഓല കൊണ്ടുണ്ടാക്കിയ ചെറ്റപ്പുരയിൽ ഒരു മഹിളാരത്നം ഇരുന്നു കൊണ്ടിട്ട് സങ്കടപ്പെട്ട് കരയുകയാണ്. എന്താ അവൾ പറഞ്ഞതെന്നറിയോ? പടച്ചവനെ, നാളെ പൊന്നാർ നബിയുടെ മുമ്പിലേക്ക് ശത്രുക്കൾ അണിനിരക്കുമ്പോൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ പിന്നിൽ അണിനിരക്കാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആൺതരി ഇല്ലല്ലോ അല്ലാ. എൻ്റെ പിതാവില്ല, എനിക്ക് ആങ്ങളമാരില്ല, എനിക്ക് ആൺകുഞ്ഞുങ്ങളില്ല. ആകെ എൻ്റെ കുടുംബത്തിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മാത്രമാണ്. ആ മനുഷ്യൻ യുദ്ധത്തിന് യോഗ്യതയില്ലാത്ത മൊടന്തനായിപ്പോയല്ലോ റബ്ബേ. നാളത്തെ വൈകുന്നേരം എത്തുമ്പോൾ മദീനത്തെ വനിതകൾ അഭിമാനത്തോടെ പറയും, ഷഹീദായ ഉപ്പാൻ്റെ മോളാണ് ഞാൻ, ഷഹീദായ മോൻ്റെ ഉമ്മച്ചിയാണ് ഞാൻ, ഷഹീദായ ഭർത്താവിൻ്റെ ഭാര്യയാണ് ഞാൻ, ഷഹീദായ ആങ്ങളുടെ പെങ്ങളാണ് ഞാൻ. അള്ളാഹുവേ, എനിക്ക് ഈ ഒരു നിലയ്ക്കും അഭിമാനിക്കാൻ അർഹതയില്ലാതെ പോയല്ലോ അല്ലാ. ഇതാര് കേൾക്കുന്നു? പെങ്ങന്മാരെ, നിങ്ങൾക്ക് വേണ്ടി പറയാം, ഇതാര് കേൾക്കുന്നു? മൊടന്തനായി വീടിൻ്റെ വരാന്തയിൽ 2 കാലുകളും ഞണ്ടിൻ്റെ കാലുപോലെ ചുരുട്ടിക്കൂട്ടി അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന അംർ ബിൻ ജുമ തങ്ങൾ കേൾക്കുകയാണ്. ആ ഊന്നുവടി കയ്യെത്താ ദൂരത്തിലേക്ക് നിങ്ങൾ എടുത്തു. ആ കയ്യെത്തുന്നിടത്തേക്ക് എടുത്തു. അത് മുറ്റത്തേക്ക് അങ്ങോട്ട് കുത്തി. 2 അറ്റവും ഈ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വച്ചിട്ട് അങ്ങോട്ട് ചാടി. തൂങ്ങിക്കിടക്കുന്ന കാല് 2 കൈകളും കഅബയുടെ നേരെ ഉയർത്തി. അല്ലാഹുമ്മ ജഅൽനി മഅ ശുഹദാ, അല്ലാഹുമ്മ ജഅൽനി മഅ ശുഹദാ, അല്ലാഹുമ്മ ജഅൽനി ഷഹീദാ, അല്ലാഹുമ്മ ലാ തറുദ്നി ഇലാ അഹ്ലി.
റബ്ബേ നീ എന്നെ ശുഹദാക്കളുടെ കൂടെ കൂട്ടണേ റബ്ബേ, എന്നെ നീ ദീനിന്റെ മാർഗത്തിൽ മൗത്തായ രക്തസാക്ഷിയാക്കണേ തമ്പുരാനെ, എന്നെ ഇനി എൻ്റെ കുടുംബത്തിലേക്ക് മടക്കല്ലേ അല്ലാഹ്. അടുക്കളയിൽ പെരക്കാത്തേക്ക് തിരിഞ്ഞു. അസ്സലാമു അലൈക യാ ഖുർറത ഐനി, എൻ്റെ കണ്ണിന് കുളിർമയായ എവിടെ അള്ളാഹിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാനിതാ പോർക്കളത്തിലേക്ക് കുതിക്കുകയാണ്. മറുപടിക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വടി കുത്തി കുത്തി മഹാനായ നബീന റസൂലുള്ളാഹി തങ്ങളുടെ പിന്നിൽ പോയി അണിനിരന്നു. തങ്ങൾ പോലും അറിയുന്നില്ല എന്തായിരുന്നു ആ യുദ്ധം. കാലുള്ളവർക്ക് വരെയും അല്ലാഹു തആല ഒരു വലിയ പാഠം പഠിപ്പിച്ചു കൊടുത്ത യുദ്ധമാണ് ഉഹദ് യുദ്ധം. കാലുള്ളവർക്ക് വരെയും അള്ളാഹു പരാജയം രുചിപ്പിച്ച യുദ്ധം. പരാജയപ്പെട്ടില്ലേ? എല്ലാം ചിതറി ഓടുമ്പോൾ അതാ ജബലുൻ റൂമാത്ത് എന്ന് പറയുന്ന മലയുടെ മുകളിൽ ഒരു ആൾക്കൂട്ടം. സിദ്ദീഖ് അക്ബർ തങ്ങൾ വിളിച്ചു, ആരാണത്? ഒന്ന് പോയി നോക്കാം. ഓടിച്ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് വെട്ടുകയാണ്. രക്തം കയ്യിലെ കൂടെ എല്ലാം വിരലിൻ്റെ അറ്റം മുറിഞ്ഞിട്ട് ഒഴുകുന്നു. നെറ്റിയുടെ ഭാഗത്ത് ചെറിയ പൊട്ട് വീണിട്ടുണ്ട്. പല്ലിൽ നിന്ന് വായിൽ നിന്നും രക്തം വരുന്നുണ്ട്. കണ്ടപാടെ വാളൂരി സഹാബാക്കൾ. വാളുറയിലിട്. ഇവർ ചിതറി, ശത്രുക്കളെല്ലാം ചിതറി ഓടി. വാളുറയിലിടൂ, പ്രതികാരം വേണ്ട, അവർ രക്ഷപ്പെടട്ടെ. ഈ രക്തം ഒഴുകുന്നതിനെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. സഹാബാക്കൾ ഇങ്ങനെ താങ്ങി താഴത്തേക്ക് ഇറക്കി കൊണ്ടുവന്നു. വലിയ സംഭവം ഇത്. താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പിതൃവൻ എവിടെ, സഹാബത്തെ ഹംസ എവിടെ? വലിയ സംഭവമല്ലേ? അത് കണ്ടു, പൊട്ടിക്കരഞ്ഞു. നേരെ ഉഹദിൻ്റെ വടക്കോട്ട് നടന്നു. വടക്കോട്ട് നടക്കുമ്പോൾ വലതുവശത്തായിട്ട് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ കയറിയിരുന്നു. ആരുമില്ല, യുദ്ധക്കളം ശൂന്യമാണ്. യുദ്ധക്കളം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് നബിത്തങ്ങൾ ആ ഭാഗത്തേക്ക് പോയിരുന്നത്. അടുത്ത കാലത്ത് വരെ ഹാജിമാരെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കൊറോണയുടെ ഒരു 2-3 കൊല്ലം മുമ്പ് വരെ ഞാൻ ഹാജിമാരെ കൊണ്ടുപോയി അതിനകത്ത് കയറ്റുമായിരുന്നു. കാരണം ഇതിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഇപ്പം സർക്കാർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ വലിയ കെട്ട് കെട്ടിയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ചെല്ലുന്നോടത്തിലെല്ലാം പോലീസ് സംരക്ഷണം കൊടുക്കാൻ. അപകടങ്ങളുണ്ടായിട്ടുണ്ടാവും, നമ്മൾ കാണുന്നില്ലെങ്കിലും. കാരണം ഇങ്ങനെ കുത്തനെ അങ്ങോട്ട് കയറണം മുകളിലേക്ക്. തങ്ങളിരുന്ന സ്ഥലം എന്ത് സുഗന്ധാർന്നറിയോ. ഹാജിമാരൊക്കെ അവിടെ പോയി ഇറങ്ങിപ്പോരില്ല. അവന്മാർ ഇവിടെ ഇച്ചിരി ഇരിക്കട്ടെ അവസ്ഥ, അതാണ് ഇറങ്ങിപ്പോരില്ല. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്ക് ഏതെങ്കിലും പോലീസ് വണ്ടി ഓടി വരും. അത് പിന്നെ ഉരുണ്ട് താഴത്തേക്ക്. അതൊക്കെ ഈ പ്രശ്നം. അതാണ് ഈ കെട്ടിയതിൻ്റെ കാരണം. റഹ്മാനായ റബ്ബേ, ആ പൊന്നാർ നബി തങ്ങളുടെ ചാരത്തിരിക്കാൻ ഈ പരിശുദ്ധ റമദാനിൻ്റെ പേരിൽ നമ്മളിവിടെ കൂടിയതൊന്നും ദുനിയാവിന് വേണ്ടിയാണോ മണി? അല്ലല്ലോ, ആഖിറത്തിന് വേണ്ടി മാത്രം കൂടിയവരാണ്. പഠിച്ചവനെ, നീ പൊരുത്തപ്പെട്ട ആ മഹാന്മാരുടെയൊക്കെ കൂട്ടത്തിൽ നിൻ്റെ ഹബീബിനോടൊപ്പം നാളെ അർശിൻ്റെ തണലിൽ കൂടാൻ അള്ളാഹ് ഞങ്ങളെ ഒരുമിച്ച് കൂടാൻ കാരണമാക്കി തരണേ തമ്പുരാനെ. തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ, പെങ്ങന്മാരെ ഇവിടെ ശ്രദ്ധിച്ചേ, നബിത്തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരൊട്ടകത്തിൻ്റെ മുകളിൽ ഒരു പാത്രവും വെച്ച് കെട്ടി എന്തോ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടു കിട്ടി എന്നുള്ള ആർത്തിയിൽ ഒട്ടകത്തിനെ മുട്ടുകുത്തിച്ചു. അവിടെ കണ്ട സാധനങ്ങളെല്ലാം തങ്ങൾ അവിടെ നിന്നുകൊണ്ട് കാണുകയാണ്. ഇതെല്ലാം വാരി ഒട്ടകത്തിൻ്റെ കൊട്ടയിലേക്ക് വെച്ച് മൂക്കേറിൽ പിടിച്ച് ബാ ബാ. അങ്ങനെ ഇതിനെ ഒട്ടകത്തിന് ആ ഉഹദിൻ്റെ അതിർത്തി വരെയും എത്തി. ഒട്ടകം അനുസരണയോടെ ഇവളുടെ പിന്നാലെ പോവുകയാണ്. അവിടെ അങ്ങോട്ട് അതിർത്തിക്ക് ചെന്നപ്പോൾ എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ ഒരൊറ്റ മടങ്ങി ഓട്ടം. കൈവിട്ടുപോയി, മൂക്കേറ് കയ്യിൽ നിന്ന് വിട്ടു. പറുതായും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഒട്ടകത്തിൻ്റെ പിന്നാലെ ഓടി അതിനെ പിടിച്ചു. അങ്ങനെ വീണ്ടും അനുസരണയുടെ പഴയ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇത് കണ്ട നബിത്തങ്ങൾ വീണ്ടും ഒട്ടകം പ്രശ്നം ഉണ്ടാക്കുകയാണ്. നബിത്തങ്ങൾ സഹാബിയെ വിട്ടു. ആ സഹോദരിയെ വിളിക്കുക. അടുത്തേക്ക് വന്നു, സലാം ചൊല്ലി ചോദിച്ചു, സഹോദരി നിങ്ങൾ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലെ, അംറബിന് ജുമൂഅ എന്ന കാലിന് സ്വാധീനമില്ലാതിരുന്ന മുടന്തനായ ആ സഹാബിയുടെ ഭാര്യയാണ് യാ റസൂലുള്ളാഹ്. എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ യുദ്ധത്തിലുണ്ടായിരുന്നു നബിയെ. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശരീരം ഇതാ തുണ്ടമാക്കപ്പെട്ടു, ഊന്നുവടികളെല്ലാം കഷ്ണമാക്കപ്പെട്ടു. ഞാനതെല്ലാം പറക്കി ആ ഒട്ടകത്തിൻ്റെ കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോയി അതൊന്ന് നേരെയാക്കി
പൊതിഞ്ഞ് സഹാബാക്കളെ ഏൽപ്പിക്കാമെന്ന് കരുതുമ്പോൾ ഒട്ടകം കൂടെ പോരാൻ കൂട്ടാക്കുന്നില്ല റസൂലുള്ളാഹ്. നബി തങ്ങൾ ചോദിച്ചു, സഹോദരി, നിന്റെ ഭർത്താവിന്റെ ദുആ എങ്ങനെയായിരുന്നു? അല്ലാഹുമ്മ ജഅൽനീ മഅ ശുഹദാ, അല്ലാഹുമ്മ ലാ തറുദ്നി ഇലാ അഹ്ലി, എന്നെ എൻ്റെ കുടുംബത്തിലേക്ക് മടക്കല്ലേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ അംർ ഇബ്നു ജുമൂഇനെ ഒട്ടകത്തിന്റെ പാത്രത്തിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടാ നോക്കിയാൽ സാധിക്കില്ല. എവിടെന്നാണോ നീ പറക്കിയെടുത്തത് അതവിടെ കുടഞ്ഞിട്ടേരെ, ഞാൻ സഹാബാക്കളും വേണ്ടതുപോലെ പരിപാലിച്ചടക്കിക്കൊള്ളാം. പെങ്ങന്മാരെ, ഞാൻ ചോദിക്കട്ടെ, മൊടന്തനായ ആ മനുഷ്യന് ഇന്നും ജനലക്ഷങ്ങൾ ഉഹുദിലേക്ക് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും യാ സയ്യിദ ശുഹദാ ഹംസ വിളിച്ചു പറയില്ലേ? അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ജുമൂഇനെ വിളിക്കാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടോ? അജ്നലുന്നവര് അസ്സലാമു അലൈക്കും യാ ഷഹീദ് അംർ ഇബ്നു ജുമൂഇ വിളിക്കാത്തവരുണ്ടോ? അംർ ബിൻ ഉമൈർ തങ്ങളെ വിളിക്കാത്തവരുണ്ടോ? ഇവരെല്ലാം ചരിത്രത്തിന്റെ ഭാഗങ്ങളായെങ്കിൽ ലോകാവസാനം വരെ തൻ്റെ ഭർത്താവിനെ സ്മരിക്കപ്പെടേണ്ട ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തിയത് ഭാര്യയുടെ നയപരമായ ഇടപെടൽ. കള്ളു കുടിച്ചുകൊണ്ട് വരുന്ന ആളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അത് നയവൈകല്യമാണ്. അയാൾ ഒരിക്കലും ലഹരി എന്ന് പുറകോട്ട് പോവില്ല. നയപരമായി ഇടപെട്ട് ഇതുപോലെ, പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ആളാണല്ലോ, ഇന്നലെ എന്നോട് ഇനി കുടിക്കൂല എന്ന് പറഞ്ഞു റബ്ബേ, ഇപ്പോഴും ഏതോ ദുഷ്ടൻ ചതിച്ചതാണ് റഹ്മാനെ. പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ടവനെ, എനിക്ക് എക്കാലവും കാണാൻ ഇതുപോലെ കുടിച്ചെൻ്റെ കുടുംബം വെണ്ണീറായി പോകാതിരിക്കാൻ, വാടകക്കെട്ടിൽ നിന്ന് ഉടമ അടിച്ചിറക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെന്നും വാപ്പിച്ചെന്ന് വിളിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ടവനെ ഇനിയും ഈ ദുസ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് കരഞ്ഞു നോക്കിയ മോളെ, ഒന്ന് കരഞ്ഞു നോക്കി, ഒന്ന് കരഞ്ഞു പറഞ്ഞു നോക്കി. ഒരു ദുസ്വഭാവം ഇല്ലാത്ത മനുഷ്യനാ റബ്ബേ. ഇത് വലിയ ദുസ്വഭാവമാണ്, പക്ഷെ അതൊന്നും പറയണ്ട. അള്ളാഹുവേ, ഈ HMT പരിസരത്ത് ഇത്രയും ആരോഗ്യവും അഴകുമുള്ള ഒരു ഭർത്താവിന് ഒരൊറ്റ പെൺകുട്ടിക്കും കിട്ടിയിട്ടില്ല അല്ലാ. പടച്ചവനെ, സത്യമല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവൻ പറയൂല അല്ലാ. റഹ്മാനെ, ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് എന്നെ നുള്ളി നോവിച്ചിട്ടില്ല പടച്ചവനെ. ഈ ദുസ്വഭാവത്തിന് എൻ്റെ പ്രിയപ്പെട്ടവനെ നീ രക്ഷപ്പെടുത്തണല്ല. നിങ്ങൾ ഈ നയമൊന്നും എടുത്തു നോക്കി. കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ ബോധമൊന്നുമില്ലായി ഒന്നുമില്ല, അത് ചുമ്മാ പറഞ്ഞതാ. കള്ളു കുടിച്ചാൽ ബോധം പോകുന്ന ആൾക്കാർ പറഞ്ഞ് ഒരു ബോധവും പോകില്ല. കള്ളു കുടിച്ചിട്ട് തുണി ഇല്ലാണ്ട് ഒരുത്തനെ അവിടെ നിന്ന് തുള്ളുവാണ്. നിങ്ങൾ എടാ തുണി എടുത്ത് കൊടുക്കൂല, ചിലപ്പോൾ കാർപ്പിച്ച് നിങ്ങളുടെ അടുത്ത് തുപ്പും തുപ്പും. ആ സ്ഥാനത്ത് ചുവന്ന ലൈറ്റ് മോളിൽ കത്തി പോലീസെന്ന് ബോർഡ് വെച്ച ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ, ഉരുണ്ട് വരണ്ട് തുണി എടുത്ത് കൊടുക്കണാണ്. അതെന്താ പറ? നിങ്ങൾ ഉടുക്കാൻ പറഞ്ഞാൽ ഉടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, മറ്റേ അടി കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഈ ബോധം നഷ്ടപ്പെടില്ല. നിങ്ങൾ പറയണതെല്ലാം അവൻ്റെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. പുകഴ്ത്തി മാത്രമേ പറയാവുള്ളൂ, ഇകഴ്ത്തി പറയരുത്. ഇത്രയും നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ളൊരു ഭർത്താവിനെ ഇവിടെ ഒരു പെൺകുട്ടിക്കും കിട്ടിയിട്ടില്ല. എവിടെ സോഡാകുപ്പി പോലെയാണ് മോന്തിരിക്കണേ, കയ്യൊക്കെ മുരിങ്ങക്കോല് പോലെ ഇരിക്കണേ. അതൊന്നും വേണ്ട, നല്ല സുന്ദരനാണെന്ന് പറയാം. പടച്ചവനെ, സത്യം മാത്രം. എവിടെ നാക്ക് വളച്ച ഒടുക്കത്ത മണയാ പറയുള്ളൂ. എന്നാലും ഇങ്ങനെ പറയാം, അല്ലോ ഇക്കാലം വരെ എന്നെ നുള്ളി നോവിച്ചിട്ടില്ല, നല്ല ഇടിയാന്നിട്ടുള്ളൂ, നല്ലതേ ഇങ്ങനെ പറയാവുള്ളൂ. പിറ്റേ ദിവസം ഷാപ്പിലിരിക്കുമ്പോൾ കുപ്പി ഉണ്ടെന്ന് സെയിൽസ്മാൻ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇത് ഓർമ്മ വരും, പടച്ചവനെ, എൻ്റെ കരളരിപ്പാവാണ്ടിരിക്കാൻ വേണ്ടിയാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാപ്പിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണല്ലോ, അല്ലാണ്ട് ഇപ്പോൾ അവൾക്കൊന്നും കിട്ടിയിട്ടല്ലല്ലോ. അല്ലാ, അവളങ്ങനെ സങ്കടപ്പെടാ. ഫുൾ കുപ്പി വേണ്ട, പകുതി മതി. കണ്ട താഴത്തേക്ക് വന്നാണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ, നിങ്ങളുടെ നയവൈകല്യം ഇവനെ ലഹരിവാദ്യത്തിനാക്കും. നിങ്ങളുടെ നയവൈകല്യം പരസ്ത്രീകളെ തേടിപ്പോകാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കും. പത്തിരർച്ചി ഡെയിലി കൊടുത്തോണ്ടൊന്നും ദാമ്പത്യ സുഖാവില്ല. അതിന് നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടുന്ന, ഇത് കുടുംബജീവിതം അല്ലല്ലോ അല്ലേ. വളരെ സൂക്ഷിക്കുക. നയപരമായ ഇടപെടൽ. നിസ്കരിക്കാതെ ചുമ്മാ ഇങ്ങനെ സ്റ്റൂളെ കയറി ബീഡിയും വലിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനെ വാഴയ്ക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം HMT പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ്. നിങ്ങളെന്താ മനുഷ്യനായി മീശാങ്കല്ലിൻ്റെ മുകളിൽ ഓന്ത് കയറിയിരിക്കണാരും ഇങ്ങനെ ഇരിക്കണം? നിങ്ങൾ നിസ്കരിക്കാൻ പോയാൽ പോലെ ആൾക്കാർ പോകണുണ്ട് നോക്കി. പല്ലങ്ങടി എറിമിയിട്ട് കടിച്ച് പിടിച്ചിട്ടേ എൻ്റെ വല്യാപ്പാനെ വല്യമ്മാനെ മോലക്കും കൂടി എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും ദിക്കറ്.
നീ അങ്ങോട്ട് ഓടലോടെ അങ്ങോട്ട് കയറിക്കോടി സ്വർഗത്തിലേക്ക്, നീ എണ്ണ ഉണ്ടാക്കാൻ നിൽക്കണ്ടാടി. പിന്നെ പറഞ്ഞൊക്കെ അവിടെ ശ്രദ്ധിച്ചു നോക്കി, കുടുംബം കലങ്ങിയ. ഞാൻ പറഞ്ഞ നീ മിണ്ടരുത്. അവൻ അങ്ങനെ ഒന്ന് വീഡിയോ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് വിളിച്ചു, ആൾക്കാർ നിസ്കരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? അപ്പം അവൻ ശ്രദ്ധിക്കും, ഇതെന്തൊട്ടുള്ള വാഴക്കാരിനെ എൻ്റെ ഇടയിൽ നുള്ളോളിക്കണേ, ഇങ്ങനെ വലിക്കാൻ മേപ്പോട്ട് വലിച്ചു തരണം. പഠിച്ചവനെ എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ അള്ളാഹുവേ എനിക്കും മക്കൾക്കും വേണ്ടി മരിച്ച് പണിയെടുക്കുകയാണല്ലോ റബ്ബ്. അവസാനം ഈമാനോടെ മൗത്താകാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പിച്ചിയുടെ കൂടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ, അള്ളാഹ് ഈ നാട്ടിലെ ആണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവനെ പഠിച്ചവനെ നീ പള്ളിയിലേക്ക് നടിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കട്ട വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ വാഴക്ക ഇരിക്കാത്ത കൈ കൊണ്ട് തൂക്കണം, മറ്റേ കൈ കൊണ്ട് തൂത്ത വാഴക്കലാവും. അങ്ങനെ തൂക്കുക. ഇങ്ങനെ നീ ഒരു 2 പ്രാവശ്യം ഒന്ന് ആവർത്തിച്ചാ തോർത്തും തോളത്തിട്ടുകൊണ്ട് ഇത് കാക്കങ്ങനെ ഇറങ്ങിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു മൊയിലാരുടെ വളർന്നുകൊണ്ട് ശരിയാവില്ല. ഇതാണ് പെണ്ണിൻ്റെ പവർ. ഉറങ്ങിക്കിടക്കണവനെ ഇടങ്ങേറാക്കിയിട്ടല്ല. എന്തേ 3 മണിയായി, നീ ഒതു കൊടുത്തോ? ഇല്ല, എന്നാൽ നീ പോയി ഒതു കൊടുക്ക്. അപ്പം ഇടയരുത്. നീ ഒതു കൊടുക്കുന്ന പറയുമ്പോൾ ഇടയരുത്. പോയി നീ പോയി ഒതു കൊടുക്കുക. ചിലപ്പോൾ ചിലത്തൊക്കെ അങ്ങനെയുണ്ട്, ഇങ്ങനെ പാകം ചെയ്യണേ, അങ്ങനെ പറയരുത്. നീ പോയി ഒതു കൊടുക്കുക. അവൻ പറഞ്ഞ ഒതു കൊടുക്കാനാണല്ലോ. ഒതു കൊടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോഴേ നീണ്ടു നീർന്ന് കിടന്ന മനുഷ്യൻ സ്പ്രിങ് പോലെയായി. അപ്പം വെള്ളം കോരി ഒഴിക്കരുത്. ഇതാണ് നയം. ഒതു കൊടുത്തോണ്ട് വന്ന നിൻ്റെ ഈ പുരികത്തുണ്ട് കൊച്ചു തുള്ളി വെള്ളത്തിൻ്റെ കണികകൾ. ഭർത്താവിൻ്റെ നേരെ ഇങ്ങനെ മുഖം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാണണില്ലേ? മുഖം ഇങ്ങനെ കാണാൻ ഉറങ്ങാതിരുന്നല്ലേ കാണുള്ളൂ. ഇങ്ങനെ ഇങ്ങോട്ട് മുഖം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ വിരലം കൊണ്ട് പിരികത്തേൽ ഇങ്ങനെ പയ്യൊന്ന് തൂക്കണം. അപ്പൊ കൊച്ചു തുള്ളി വെള്ളം ഭർത്താവിൻ്റെ മുഖത്തേക്ക് അപ്പം തൂക്കും. അല്ലോ അല്ലോ മാപ്പാക്കണം, പൊരുത്തപ്പെടണേ, ക്ഷമിക്കണേ, ദേഷ്യം തോന്നല്ലേ. എൻ്റെ പൊന്നാര നബിത്തങ്ങളുടെ വിലമതിക്കപ്പെടാൻ കഴിയാത്ത ദുആ കിട്ടാൻ ഒളു ചെയ്തു വന്ന എൻ്റെ പുരികത്തുനിന്നൊരു കുഞ്ഞി തുള്ളി വെള്ളം വീഴ്ത്തിയതാണ്. എന്നോടൊപ്പം ദുആ ചെയ്യാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതാൻ, ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലാനുള്ള ആർത്തി കൊണ്ട് ചെയ്തു പോയതാണ്. മാപ്പാക്കണേ, ക്ഷമിക്കണേ, ദേഷ്യം തോന്നല്ലേ, വെറുപ്പ് തോന്നല്ലേ. ഒരു കുഞ്ഞി തുള്ളി വെള്ളം ചാടിച്ചതിൻ്റെ പേരിൽ ഇതുപോലെ ക്ഷമാപണം നടത്തുന്നതായ ഒരു പെൺകുട്ടിയെ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് ആക്രമിക്കുന്ന ഒരു ഭർത്താവ് ഈ HNT-യിലല്ല ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ പറ, ഉണ്ടാവില്ല. പിന്നെ എന്തു ചെയ്യും? അയാൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ തൂത്തോണ്ട് പുഞ്ചിരിച്ചിങ്ങോട്ട് എഴുന്നേറ്റ്, ഷാഫി മുസല്ലാണല്ലോ ഇവിടെയുള്ള എല്ലാവരുടെയും, അതേ കൈ ഇങ്ങനെ നീട്ടിക്കൊണ്ടും കൂടി വരും. പുഞ്ചിരിച്ചോണ്ട് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടും കൂടി വരുമ്പോഴേ തൊടല്ലേ, ഞാൻ ഒതു കൊടുത്തേക്കുവാണ്. ഞാൻ പറയണത് അങ്ങനെ പറയണ്ട. പിന്നെ എന്ത് ചെയ്യണം? ആ മൂപ്പരുടെ കൂടെ പോയി ഓരോ ഒതുവും കൂടെ എടുക്കണം. എന്തിനാ മുസ്ലിയാരെ ഇനി 2ാമത് ഒതു കൊടുക്കണേ? അതൊക്കെ ഇനിയിപ്പോൾ പറയാൻ പറ്റുമോ? നമ്മുടെ കുടുംബം ഒന്ന് ചിന്തിച്ച് നോക്കിയേ മോളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊട്ടാരം വേണോ? അവിടെ വേണോ? കോണ്ടസാക്കാറ് വേണോ? പട്ടുമെത്ത വേണോ? ചുമ്മാ ഒരു തഴപ്പായിൽ ജീവിച്ചാൽ പോരെ? ആ കുടുംബജീവിതം എത്ര ഐശ്വര്യം! ഇതാണ് പരിശുദ്ധ റമദാനിൻ്റെ അത്താഴം. ഇവിടെ നിന്ന് നെയ്യത്താക്ക്, അല്ലാ ഞാൻ ഈ കൊല്ലം എല്ലാ റമദാനിൻ്റെ രാത്രിയും എഴുന്നേക്കും റബ്ബേ. എൻ്റെ എഴുന്നേക്കുന്നതിൻ്റെ ലക്ഷ്യം ഫുൾ ടാങ്ക് അടിച്ചിട്ട് പകലിലേക്കുള്ള മുങ്കൂർ ജാമ്യം എടുക്കലല്ല അല്ലാ. ഉറക്കക്ഷീണം മാറാൻ ഒരല്പം ഭക്ഷണമോ അല്പം പാനീയമോ ഞാൻ കുടിച്ചിട്ട് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും റബ്ബേ. ആ ഇരിപ്പിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ജുസു ഞാൻ പാരായണം ചെയ്യും പഠിച്ചവന്. എന്നിട്ട് ഈ പറയപ്പെട്ട ഫിത്തനകളിൽ നിന്നും അല്ലാ എനിക്കും എൻ്റെ കുടുംബത്തിന് രക്ഷ കിട്ടാൻ സൂറത്തുൽ കഹ്ഫിൻ്റെ 10 ആയത്ത് ഞാൻ ഓതും റഹ്മാനെ. പൊന്നാര നബിത്തങ്ങളുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കിട്ടാൻ, ഇങ്ങേറ്റം അന്ത്യശ്വാസം ഭരിക്കുമ്പോൾ മുത്തുനബി തങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് കലിമ പറയാൻ 100 സലാത്ത് ഞാൻ ആ മുസല്ലയിലിരുന്ന് ചെയ്യും തമ്പുരാനെ. പൊന്നാര നബിത്തങ്ങൾ 100 പ്രാവശ്യം മരണത്തെ ഓർക്കും ഡെയിലി, 100 പ്രാവശ്യം. അല്ലോ ഇവിടെ നിന്ന് വിട പറയണമല്ലോ പടച്ചവനെ, അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് 100 ഇസ്തിഗ്ഫാർ നബി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതാ. പടച്ചവനെ ആ മുസല്ലയിലിരുന്ന് ഞാൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. ഇതെല്ലാം ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്കറിയാവുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മനസ്സറിഞ്ഞ് പറയണം 100 പ്രാവശ്യം. ഇപ്പം എന്തൊക്കെയായി? തഹജ്ജുദ് നിസ്കരിച്ചു,
ഒരു ജുസു ഖുർആനോദി, സൂറത്തുൽ കഹ്ഫിൻ്റെ 10 ആയത്തോതി, 100 സലാത്ത് ചൊല്ലി, 100 ഇസ്തിഗ്ഫാർ ചെയ്തു. കൈ പൊക്ക ദുആ ചെയ്യുക, പടച്ചോൻ വരാനോട് ആവലാതി പറയുക. അപ്പോഴത്തേക്കും സുബിവാൻ കുളിക്കും. ഇടയത്താഴം കുടിച്ചിട്ട് ഉറങ്ങലല്ല, ഇടയത്താഴം കുടിച്ചതിന് ശേഷം സുബഹിക്ക് വേണ്ടി പ്രതീക്ഷിക്കലാണ്. അത്താഴം കൊണ്ട് ലക്ഷ്യം അമലുകൾക്ക് ഉന്മേഷം നേടിയെടുക്കലാണ്, വയറ് ഫുള്ളാക്കലല്ല. തസഹറു ഇന്ന ഫിസ്സുഹുരി ബറക. ഈ നിലയ്ക്ക് അത്താഴത്തിനെ കുടിക്കാൻ, ഈ നിലയ്ക്ക് മുതലാക്കാൻ എല്ലാവരും ഇവിടെ ഇരുന്നുണ്ടാകും. നെയ്യത്താക്ക് പടച്ചവനെ, ഇങ്ങനെ നെയ്യത്താക്കിയത് പടച്ചവനെ, ഈ റമദാനിൽ ഒരൊറ്റ തഹജ്ജുദും ഞാൻ അള്ളാഹുവെ മുടക്കൂല റബ്ബേ. എല്ലാ രാത്രിയിലും ഞാൻ ഓരോ ജുസ് ഓതും പടച്ചവനെ. ബാബാ മുസ്ലിയാർ പറഞ്ഞതുപോലെ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്ത് ഞാൻ പതിവാക്കാൻ തീരുമാനിച്ചു റബ്ബേ. ഇവൻ തടങ്കൽപ്പാളയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ, ഇവൻ പൗരത്വരേഖയും ചോദിച്ചുകൊണ്ട് വരട്ടെ. അള്ളാഹുവെ ഞാനിത് തീരുമാനിച്ചു റബ്ബേ. എൻ്റെ നബിത്തങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാൻ 100 സലാത്ത് ഞാൻ പതിവാക്കി റബ്ബേ. പടച്ചവനെ തവ്വാബികളിൽ പെടാൻ 100 ഇസ്തിഗ്ഫാർ ഞാൻ ചെയ്യാൻ നെയ്യത്താക്കി റബ്ബേ. നിങ്ങളങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ടാണ് തീരുമാനമെടുത്താൽ, ഇന്ന് രാത്രി നിങ്ങളെ ഖബറിലേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ താട പിടിച്ച് കെട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ, വമൻ ഗമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹ കുത്തിബ ലഹു ഹസന നബീന റസൂലുള്ളാഹി. 30 രാത്രിയിലും ഇത് ചെയ്ത പദവിയിലേക്ക് അല്ലാഹു തആല നിങ്ങളെ ഉയർത്തും എന്ന് നബീന റസൂലുള്ളാഹി.